നസിയ, 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 നീ ഏതു നേരവും ഇത് കുത്തി പിടിച്ചിരുന്നോ? നീ ഇത് കണ്ട? ഇന്ന് 54 കടന്ന്. ഓരോ ദിവസം ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കുക. ഓ, പൊന്നാവുമ്പോ ഇതിരി വിലയൊക്കെ കൂടും. അതത്ര പുത്തരിയൊന്നല്ല. എന്നെ വെച്ചിട്ട് കാര്യം നടത്താതിരിക്കാൻ പറ്റോ? ഓളെ നിക്കാഹ് നടത്തണ്ടേ? അതിനെപ്പറ്റി വല്ല വിചാരം നിനക്കുണ്ടാ? നടത്തണം. കല്യാണം നടത്തണം വെച്ച് നിങ്ങളെ പോലെ എപ്പോഴും ബേജാറായി നടക്കണ. നിനക്കെന്താ അവസ്ഥ അറിഞ്ഞൂടെ നസിയ? ഓരോരുത്തർ ചോദിക്കുന്ന പൊന്നും പണും ഞാനിത് എവിടെ നിന്നുണ്ടാക്കാനാ? ഗൾഫിലുള്ള ജോലി ഇട്ടെറിഞ്ഞ് കൊറോണ എന്ന് പറഞ്ഞു പോരുമ്പോ ഓർക്കണായിരുന്നു. നിങ്ങളൊപ്പം ജോലി ചെയ്തവരൊക്കെ ഇപ്പോഴും ജീവനോടില്ലേ? അസ്സലാമലൈക്കും. വലൈക്കും അസ്സലാം. എന്തായി ഞാൻ പറഞ്ഞ കാര്യം? അവരെന്താ ചോദിക്കണേ ജലീലെ? അവരായിട്ടൊന്നും ചോദിക്കുന്നില്ല. പിന്നെ ചെക്കന്റെ പെങ്ങന്മാരെ 100 പവൻ കൊടുത്ത് കെട്ടിച്ചതാണ് ഞാൻ കേട്ടത്. അപ്പൊ പിന്നെ നമ്മളതിൽ കുറക്കാൻ പാടില്ലല്ലോ. 100 പവനാ? 10-30 കൊല്ലം ഗൾഫിൽ കിടന്ന് കാശുണ്ടാക്കിയ നിങ്ങൾക്ക് ഒരു 100 പവൻ സംഘടിപ്പിക്കാൻ പ്രയാസം? ദേ, എന്തെന്ന് വെച്ചാ ഞാൻ പറയണട്ടാ, നല്ല പാർട്ടിയാ, വിട്ട് കളയണ്ട. അത് ശരിയാക്കാം. ഷമീറെ, എന്തായി നമ്മുടെ കാര്യം? ഷമീറെ, നല്ലൊരു കാര്യം വന്ന് വിട്ടിട്ടുണ്ട്. നല്ല കുടുംബക്കാരാ. ഒരു 100 പവൻ ഒപ്പിച്ചെടുക്കാൻ ഒരു പ്രയാസവും ഇല്ല. 100 പവനാ? നിന്റെ പെങ്ങന്മാരെ കെട്ടിച്ചിരിക്കണതേ 100 പവൻ കൊടുത്തിട്ടാണെന്നാണ് ഞങ്ങളവിടെ പറഞ്ഞിരിക്കുന്നത്. 100 പവനാ? കേൾക്കാൻ നല്ല സുഖണ്ട്. എന്തിനാണ് അങ്ങനൊക്കെ പോയി പറഞ്ഞത്? ഇതൊന്നും ആരും അറിയാൻ പോണില്ല. ഞങ്ങൾ പറയുന്ന പോലെ നീ അങ്ങോട്ട് ചെയ്താ മതി. നീ ഒന്ന് നിന്ന് തന്നാ മതിയടാ. അപ്പൊ ശരിയെന്നാ, വിവരം അറിയിച്ചാ മതി. ഇങ്ങനൊക്കെ നോണ പറഞ്ഞ് കല്യാണം നടത്തിയ പൊല്ലാപ്പ. നമുക്കെന്ത് പൊല്ലാപ്പ്? 1 പവൻ കൂടുതൽ മേടിച്ചു കൊടുത്താ അത്രയും കമ്മീഷൻ നമുക്ക് കിട്ടും. കല്യാണം കഴിഞ്ഞാ പിന്നെ ഒരുമിച്ച് ജീവിക്കുന്നത് അവരല്ലേ. അവര് തമ്മിൽ പിണങ്ങ മുടി ചെല്ലേ. അതൊക്കെ ആയാലും നമുക്കെന്ത്? നീ കേരള നിഷാദ. അവൻ എന്തു പറയാൻ തുടങ്ങിയതാ? ആ ഫോണൊന്ന് മാറ്റി കൊടുത്തൂടെ? ഫോണ് എന്നെ കൊണ്ടൊന്നും പറയിക്കണ്ട. നാട്ടിലിറങ്ങി നടക്കാൻ വയ്യ. ഇപ്പൊ അവനാണ് എന്റെ ഏറ്റവും വലിയ തലവേദന. ഓ, ആൺകുട്ടികളെ ഈ പ്രായത്തിൽ ലേശം കുരുത്തക്കേടൊക്കെ കാണിക്കും. ആ ജലീല് വന്നിരുന്നു. എന്നിട്ട് അവര് ചോദിക്കുന്നത് 100 പവനാണ്. എന്നിട്ട് നിങ്ങൾ എന്ത് പറഞ്ഞു? ഞാനെന്ത് പറയാൻ? വല്ല 19 പവൻ ഒപ്പിച്ചു കൊടുക്കണം. അതും കടം വാങ്ങി. 19 പവനാ? കഷ്ടം. നീ എന്ത് കണ്ടിട്ട് നസീ പറയണേ? വീടിന്റെ ആധാരം തന്നെ ബാങ്കിലാണ്. അത് ഓർമ്മ വേണം. ഇപ്പൊ തന്നെ ഒരുപാട് അടവ് തെറ്റിക്കെടുക്കാണ്. എന്റെ മോൾക്ക് 100 പവനിൽ കുറഞ്ഞ ഒരു കാര്യത്തിന് ഞാൻ സമ്മതിക്കില്ല. ഹലോ,
എന്താ നിങ്ങൾ മറുപടി ഒന്നും പറഞ്ഞില്ല? അത് ഞാൻ പറയാം. വന്നേല് വെച്ചേ ഏറ്റവും നല്ല ആലോചന ഇത്. ഇനി ഇതുപോലെ ഒരെണ്ണം വരുമെന്ന് തോന്നുന്നില്ലട്ടാ. നാളെ കാലത്ത് എനിക്ക് മറുപടി ഇടണം. ബാങ്കിൽ നിന്ന് വിളിച്ചിരുന്നു. ജപ്തി നടപടി സ്വീകരിക്കുമെന്നാ പറഞ്ഞ്. മോൾക്ക് 100 പവനിൽ കുറഞ്ഞ ഒരു കാര്യത്തിനും ഞാൻ സമ്മതിക്കില്ല. താൻ തന്റെ കാര്യം നോക്കി പോടോ. 10-30 കൊല്ലം ഗൾഫിൽ കിടന്ന് കാശുണ്ടാക്കിയ നിങ്ങൾക്ക് ഒരു 100 പവൻ സംഘടിപ്പിക്കാൻ പ്രയാസം? ലോൺ എടുക്കുമ്പോൾ നിങ്ങൾ ഇതൊന്നുമല്ലല്ലോ പറഞ്ഞത്. ഇനി എക്സ്ക്യൂസ് ഇല്ല. വിവാഹം വിലപേശലാകുമ്പോൾ ചതിയും പൊങ്ങച്ചവും അലങ്കാരങ്ങളാകുന്ന വിവാഹ കമ്പോളങ്ങളിൽ സ്ത്രീയെ സ്ത്രീധനമെന്ന അളവുകോൽ വെച്ച് അളക്കുമ്പോൾ ഓർക്കുക, പൊന്നിനേക്കാളും പണത്തിനേക്കാളും ഏറെ മൂല്യമുണ്ട് ഓരോ ജീവനും.